നമ്മുടെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. വേൾഡ് വൈഡ് ആയിട്ട് അല്ലെങ്കിൽ കറൻസി ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് പോലും ആണെങ്കിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട് കറൻസി ട്രേഡിങ്ങിനെ കുറിച്ച്. അതിന് ലിവറേജ് കൂടുതലുണ്ട്, അല്ലെങ്കിൽ 24 hours. അപ്പോൾ എങ്ങനെ നോക്കിയാലും കുറേ ബെനിഫിറ്റുകളുണ്ടല്ലേ. അപ്പോൾ നമുക്ക് കറൻസി ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോറക്സിലോട്ട് പോകുന്നതാണോ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് പോകുന്നതാണോ ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ സാർ ഏതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? ഓക്കെ, ഫോറക്സ്, ക്രിപ്റ്റോ അതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് അല്ലേ. ഒരു ഇൻ്റർനെറ്റ് എക്സ്പ്ലോഷനോട് കൂടിയിട്ട് ഒരുപാട് ആൾക്കാർ ഫോറക്സിലും ക്രിപ്റ്റോയിലൊക്കെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ലോസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് ട്രേഡിങ് അറിയാവുന്ന ആൾക്കാർക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്താലും ഇൻട്രാഡേ ചെയ്താലും ഓപ്ഷൻസ് ബൈങ് ചെയ്താലും ഫോറക്സിലോ ഗോൾഡിലോ കൊമോഡിറ്റീസിലോ ട്രേഡ് ചെയ്താലും പ്രോഫിറ്റബിൾ ആകാൻ പറ്റും. ഇനി ഫോറക്സിലുള്ളൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാണുന്നത് 24 hours ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ മോർണിംഗിൽ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈവനിങ്ങിൽ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ നൈറ്റിൽ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒന്ന് ഫ്രീ ആയിട്ടുള്ള ടൈമിലും നമുക്ക് വേണമെങ്കിൽ 1-2 മണിക്കൂർ ഇന്ന് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഫോറക്സിൽ കമ്പാരിറ്റീവ്ലി ചാർജസ് വളരെ കുറവാണ്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ SST, GST, സ്റ്റാമ്പ് ഡ്യൂട്ടി, ബ്രോക്കറേജ് പോലെയുള്ള നിരവധി ചാർജസ് നമുക്ക് കൊടുക്കേണ്ടതായി വരും. അതായത് ഫോർ എക്സാമ്പിൾ അപ്രോക്സിമേറ്റ്ലി 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു ശരാശരി ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം 223 രൂപയാണ് ഒരു ദിവസത്തെ ട്രേഡിംഗ് കോസ്റ്റ് വരുന്നത്. ഇറ്റ് കൺവേർട്സ് ടു അപ്രോക്സിമേറ്റ്ലി 4,600 rupees പെർ മന്ത്. അതായത് ഒരു ശരാശരി ട്രേഡർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന 5% ചുമ്മാ നമ്മൾ ടാക്സും ചാർജസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫോറക്സിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവിടെ ടാക്സ് ഇല്ല, ചാർജസ് ഇല്ല, കമ്മീഷൻ ഇല്ല. ജസ്റ്റ് സ്പ്രെഡിൻ്റെ ഡിഫറൻസ് കൊണ്ട് മാത്രം ട്രേഡ് ചെയ്യാൻ പല കോമ്പറ്റേറ്റീവ് ബ്രോക്കേഴ്സും ഇപ്പോൾ ഇന്ത്യക്കാരെ അനുവദിക്കാറുണ്ട്. പക്ഷേ ആക്ച്വലി നമ്മൾ അതിന് മുമ്പൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫോറക്സ് ബേസിക്കലി ഇന്ത്യയിൽ ഇല്ലീഗലാണ്. സോ നമ്മളുടെ ഒരു സേഫ്റ്റി കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫോറക്സ് ബ്രോക്കേഴ്സ് വർഷം തോറും പൂട്ടിപ്പോകുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാറുണ്ട്, കേൾക്കാറുണ്ട്. ഹിസ്റ്റോറിക്കലി ഒരുപാട് കേസുകൾ അതുപോലെ റിപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഏറ്റവും സേഫായിട്ട് നമുക്ക് ഗ്രാജ്വലി നമ്മളുടെ ക്യാപിറ്റൽ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുക ഇന്ത്യൻ മാർക്കറ്റാണ്. ഒരു ന്യായമായ ടാക്സ് കൊടുത്തിട്ടാണ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് സ്ലോവിലി അക്യുമുലേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സേഫ്റ്റിനെസ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഒരു 100-200 കോടി രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ മാത്രം ഇന്ത്യൻ മാർക്കറ്റിന് ശേഷിയുണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 100 കോടി രൂപയ്ക്ക് ട്രേഡ് ചെയ്യുകയാണെന്ന് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാധാരണ നിലയ്ക്ക് 100 കോടി രൂപയ്ക്കൊക്കെ ട്രേഡ് ചെയ്യുന്ന കമ്പനീസ് ഒരു 50-40 സ്റ്റോക്സുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വാങ്ങാറ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോക്കിൻ്റെ സ്പ്ലിറ്റ് എടുത്തു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 2 crore. അപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന പല കമ്പനികളും, ഒരു മിഡ് ക്യാപ്സിലുള്ള കമ്പനികൾ പോലും ഈവൺ 300-400 കോടി രൂപയുടെ ട്രേഡാണ് ഒരു ദിവസം നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി മോർ ദാൻ 100 crores വരെ സുഗമമായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ അത് സ്കാൽപ്പിംഗ് ആയിരിക്കണമെന്നില്ല, ഓപ്ഷൻസ് ആയിരിക്കണമെന്നില്ല, ഫ്യൂച്ചേഴ്സ് ആയിരിക്കണമെന്നില്ല, ഐ മീൻ സ്വിംഗ് ട്രേഡ്. ഓക്കെ, അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഓവറോൾ വിന്നർ ഫ്രം മൈ പെർസ്പെക്റ്റീവ് ഇറ്റ്സ് ഇന്ത്യൻ മാർക്കറ്റ് ഇറ്റ്സെൽഫ്.